നമസ്കാരം കൂട്ടുകാരെ, നമ്മളെല്ലാവരും തണ്ണിമത്തൻ വാങ്ങുന്നവരാണ് അല്ലേ? തണ്ണിമത്തൻ എങ്ങനെയാണ് നമുക്ക് പലർക്കും അറിയത്തില്ല എങ്ങനെ തിരഞ്ഞെടുക്കണം, നല്ല മധുരമുള്ള നല്ല തണ്ണിമത്തൻ ഏതായിരിക്കും എന്നുള്ളത്. അതിനുള്ള ഒരു ടെക്നിക്ക് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അന്നേരം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അന്നേരം നല്ല റൗണ്ടിലിരിക്കുന്ന തണ്ണിമത്തന് നല്ല മധുരമായിരിക്കും. ഓക്കെ, നീളത്തിരിക്കുന്ന തണ്ണിമത്തനാണെന്നുണ്ടെങ്കിൽ അതിന് മധുരം കുറവായിരിക്കും. ഓക്കെ, എന്നാൽ എപ്പോഴും അങ്ങനെയുള്ള തണ്ണിമത്തൻ നോക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, തണ്ണിമത്തൻ നല്ല യെല്ലോ കളറിലുള്ള ഒരു സൈഡൊക്കെ യെല്ലോയിഷ് കളറാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല മധുരമായിരിക്കും. അതേസമയം വെളുത്തിരിക്കുന്ന തണ്ണിമത്തനാണെങ്കിൽ ആ കളറ് വെളുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മധുരം കുറവായിരിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, തണ്ണിമത്തൻ്റെ ലൈനിങ് ഉണ്ടല്ലോ, അതിൻ്റെ പുറത്തുള്ളത്, ആ ലൈനിങ് എല്ലാം അടുത്തിരിക്കുന്ന ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ അതിന് നല്ല മധുരമായിരിക്കും. പിന്നെ ലൈനിങ് ഇച്ചിരി അകലം കൂടുതലുള്ള ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ അതിന് മധുരം കുറവായിരിക്കും. അതായത് നിങ്ങൾ ഈ ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് തണ്ണിമത്തൻ വാങ്ങിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അന്നേരം വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് ഫോളോ ചെയ്തേക്കും ഇഷ്ടമായെങ്കിൽ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും സ്റ്റേ സേഫ്. ബൈ.